ഇതിവിടെ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. അപ്പൊ അമ്മയുടെ നേർച്ച. അമ്മയുടെ നേർച്ച. അപ്പൊ എന്താണ് വിശ്വാസമൊക്കെ ഉണ്ട്. ആശ്രാമം വിശ്വാസമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു നോക്കണ്ടേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. നടക്കുവാണെങ്കിൽ അടുത്ത വർഷം വീണ്ടും ചെയ്യും. നാളെ ഇന്ന് ചെലവ് വലിയ ബഡ്ജറ്റ് സാധാ. ശരത്ലാൽ എന്ന് പറയും, പ്രാക്കുളത്തുള്ള. താങ്ക് യു. സാരി അളവ് കിട്ടുന്നില്ലായിരുന്നു, എന്നെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നെ നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. അങ്ങനെ നമ്മളിപ്പം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചമയവിളക്ക് 2 ദിവസമാണ്. മാർച്ച് 24, 25 തീയതിയാണ്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ദീപാരാധന ആരംഭിക്കാണ്. എഴുന്നള്ളിക്കാൻ സമയമായി. പേര് നീലാഞ്ജന. ഇവിടെ എത്ര വർഷമായിട്ട്? ആദ്യത്തെ വർഷമാണ്. ആഗ്രഹം സഫലമാക്കി വന്നു കൊറ്റത്തമ്മ. അപ്പൊ കൊറ്റത്തമ്മയുടെ തിരുനാളിൽ ഈ വർഷം വരാൻ വേണ്ടി സാധിച്ചു. അതിന് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി വർഷങ്ങളായിട്ട് എടുക്കണമെന്നുണ്ട്. സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വിശ്വാസമാണ്. നാളെ വരുമോ? നാളെ വരും. 2 days ഇവിടെ ഉണ്ട്. പേര്? എത്ര വർഷമായി ഇവിടെ വന്ന്? രണ്ടാമത്തെ വർഷം. നാളെ എടുക്കുന്നുണ്ടോ? എങ്ങനെയായത്? വിശ്വാസമുണ്ട്. ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? 3ാമത്തെ വർഷം. പിന്നെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടോ? എല്ലാരും ഒരുമിച്ച് വന്നേ? എങ്ങനെയാണ്? എവിടെ സ്ഥലം? എവിടെ? കരിക്കോട്. മേക്കപ്പ് ഒക്കെ അവിടെ തന്നെ ചെയ്തതാണ്. ഇതിപ്പം നാളെ എടുക്കുന്നുണ്ടോ? താലപ്പൊലി ഇന്ന് എടുക്കുന്നുണ്ടോ? ശരി. ശരിയല്ലേ? പേരെന്തായിരുന്നു? ഇത് ഫസ്റ്റ് ടൈം ആണോ ഇവിടെ എടുക്കുന്നുണ്ട്? അപ്പം നേരത്തെ എടുത്തിട്ട് നാളെ എടുക്കുന്നുണ്ടോ? അപ്പൊ എന്താ ആഗ്രഹം ഒക്കെ നടക്കുന്നുണ്ടോ? ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അല്ലെ? ഹലോ, എന്റെ പേരെന്തായിരുന്നു? ഇവിടാണോ സ്ഥലം? ഇത് ആദ്യമായിട്ട് എടുക്കുവാണോ? ഫസ്റ്റ്. അപ്പൊ എന്താണ് എടുക്കാനുള്ള കാരണം? അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുവാര്യന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും ഒരുങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞോ? ഇല്ല, എനിക്ക് തോന്നി കേട്ടോ. മഞ്ജുവാര്യന്റെ നല്ല ചായ ഫീൽ ചെയ്യുന്നുണ്ട്. നാളെ ഇനി എടുക്കുന്നുണ്ടോ? ഇല്ല. ശരി, താങ്ക് യു. ഹലോ, ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം 5ാമത്തെ വർഷം. പേരെന്തായിരുന്നു? ഇവിടാണോ സ്ഥലം? അതെ, കൊല്ലത്ത് തന്നെയാണ് സ്ഥലം. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആഗ്രഹങ്ങളൊക്കെ? അതെ, ആഗ്രഹം സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ വന്ന് താലപ്പൊലി എടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേറെ എന്റെ വിശ്വാസം. വേറെ ഫ്രണ്ട്സ് ഒക്കെ വിളക്കെടുക്കുന്നതാണ്. അറിഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേക്കപ്പും കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ ചെയ്തത് ശരത് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. ശരത് ആർട്സ് മേക്ക് ഓവർ സ്റ്റുഡിയോ. മേക്കപ്പ് ഒക്കെ കൊള്ളാം. താങ്ക് യു. നല്ല ഭംഗിയുണ്ട്. അപ്പം സാരി വാരണാസിന്ന് പർച്ചേസ് ചെയ്തതാണ്. നാളെ എടുക്കുന്നുണ്ടോ? നാളെ ഉണ്ട്.
അപ്പൊ പേരെന്തായിരുന്നു? നന്ദ, എന്നെ എല്ലാവരും നന്ദലാല എന്നാണ് വിളിക്കുന്നത്. സ്ഥലം എവിടാ? എന്റെ പെരിനാട്. പെരിനാട്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? അല്ലല്ല, 15 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇതിന് മുന്നേ എടുത്തിട്ട് ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഈ മേക്കപ്പ് കോസ്റ്റ്യൂം ചെയ്തത് കൊല്ലത്തുള്ള ശരത് ആർട്ട് സ്കൂൾ ഓഫ് ഡാൻസ് പെർഫോമിംഗ് ആർട്സിലെ ശരത്താണ്, ശരത് പ്രാക്കുളാണ് മേക്ക് ഓവർ ചെയ്തത്. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തതും ശരത്ത് തന്നെയാണ്. അടിപൊളി, നല്ല കളർ കോമ്പിനേഷൻ. താങ്ക് യു. ശരിയാണ്. സോ മച്ച്. നാളെ എടുക്കുന്നുണ്ടോ? യെസ്. ഹലോ, എന്താ പേര്? എന്റെ പേര് അഖിൽ. അഖിൽ. അപ്പൊ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ എടുക്കുന്നത്? അല്ലല്ല, ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടോ? അപ്പം എന്തെങ്കിലും ആഗ്രഹ സാഫല്യം അങ്ങനെയാണോ എടുക്കുന്നത്? അപ്പം നേരത്തെ നടന്നിട്ടുണ്ടോ ആഗ്രഹങ്ങളൊക്കെ? അപ്പം ഇത് നാളെ എടുക്കുന്നുണ്ടോ? നാളെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാം എടുത്തിട്ടുണ്ട്. ഞാന് 10-16 വർഷം കൊണ്ട് എടുക്കുന്നുണ്ട്. 16 വർഷം എടുക്കുന്നുണ്ട്. സ്ഥലം എവിടാ? ഞാൻ ശാസ്താംകോട്ട. വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? കൂട്ടുകാരുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. എല്ലാ വർഷം എടുക്കുന്നവരുണ്ട്. ശരി. ഹലോ, എന്താ പേര്? അർജുൻ. ഇതിവിടെ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. അപ്പൊ അമ്മയുടെ നേർച്ച. അമ്മയുടെ നേർച്ച. അപ്പൊ എന്താണ് വിശ്വാസമൊക്കെ ഉണ്ട്. ആശ്രാമം വിശ്വാസമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു നോക്കണ്ടേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. നടക്കുവാണെങ്കിൽ അടുത്ത വർഷം വീണ്ടും ചെയ്യും. നാളല്ലേ? ഇന്ന് വലിയ ബഡ്ജറ്റ്. സാധാ ശരത്ലാൽ എന്ന് പറയും, പ്രാക്കുളത്തുള്ള. താങ്ക് യു. സാരി അളവ് കിട്ടുന്നില്ലായിരുന്നു, എന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. എന്നെ നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹലോ, ചന്തു. ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ, സ്വന്തമായിട്ട് തോന്നി എടുക്കുവാണോ? സ്വന്തമായിട്ട് തോന്നുകയും ചെയ്ത്, പിന്നെ വീട്ടിൽ അമ്മയും അച്ഛനും പറയുകയും ചെയ്തിരുന്നു. ഒരു പണ്ടൊരു നേർച്ച ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊല്ലം എനിക്കും ചെയ്യാൻ തോന്നി, അങ്ങനെ എടുത്തേ. കൊല്ലത്ത് തന്നെയാ. ഇന്ന് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് ഒക്കെ നമ്മളൊരു ഡാൻസർ ഗ്രൂപ്പിലുണ്ട്, അവരെ വിളിച്ച് ഏർപ്പാട് ചെയ്ത് അവർ തന്നെ എല്ലാം വന്ന് ചെയ്ത് തന്നെയായിരുന്നു. എല്ലാം. താങ്ക് യു. പേര്? താലപ്പൊലി എടുക്കുന്നുണ്ടോ? ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ എടുത്തതിനൊക്കെ നടന്നിട്ടുണ്ടോ? നടന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം വഴിപാട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പൊ അടുത്ത വർഷം എടുക്കോ? ദൈവം സഹായിച്ചാ വരും. പേരെന്തായിരുന്നു? പൂജ. സ്ഥലം എവിടെ? തൃശ്ശൂര്. അപ്പൊ അവിടുന്ന് വരുവാണോ? നേരത്തെ വന്നോ ഇവിടെ? നേരത്തെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണോ? പേര്? നർത്തന. സ്ഥലം എവിടെ? തൃശ്ശൂർ. രണ്ടുപേരും തൃശ്ശൂരാണോ? താലപ്പൊലി എടുക്കുന്നില്ലയോ? നാളെ എടുക്കുന്നുണ്ടോ? നാളെ ഉണ്ടോ? അടുത്ത തവണ എടുക്കാം. ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടോ? മുന്നേ എടുത്തിട്ടുണ്ട്. 5 വർഷമായിട്ട് എടുത്തിട്ടുണ്ട്. ഹലോ, പേര്? താലപ്പൊലിക്ക് വരുമ്പോ തേടുന്ന ഒരു ഫേസ് ആട്ടോ ഇത്. എല്ലാ വർഷവും ഞാൻ വരുമ്പോ തേടുന്ന ഒരു ഫേസ് ആണിത്. ഞാൻ കൊറേ വീഡിയോ ഇട്ടുണ്ട്, കൊറേ ഒക്കെ വൈറലായിട്ടുണ്ട്. തൃപ്തി വിക്രമൻ. തൃപ്തി. ഇതെന്താ താലപ്പൊലി ഈ വർഷം? ഇതിന് വന്നപ്പോ വിളക്കെടുക്കാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടോ? ബിഫോർ സർജറിക്ക് മുമ്പ് വിളക്കെടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ആഴ്ചയിലുള്ള കാര്യങ്ങൾ. നാളെ വരുവോ? അപ്പൊ നാളെ കാണാം. സ്ഥലം എവിടെ ആയിരുന്നു? ഞാൻ തൃശ്ശൂര്. അവിടെ എല്ലാ ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നതാണ്? ഒരുമിച്ച് ഞങ്ങളൊരു 12 പേരോളം വന്നിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പൊ തൊഴുണ്ട്, കുറച്ച് പേരൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ തൊഴുത് ആളിനെ തൊഴുത് ഇവിടെ വന്നത്. ഓക്കെ, ശരി. കണ്ടേ സന്തോഷം.
ഹലോ, എന്താ പേര്? ആകാംക്ഷ. ആകാംക്ഷ. ഇവിടെ വിളക്ക് ആദ്യമായിട്ട് എടുക്കുവാണോ അതോ ഞാൻ വിളക്കെടുക്കാൻ എടുക്കുന്നില്ല? ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് എന്റെ ആഗ്രഹം എല്ലാം ദേവി സാധിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ എവിടെ സ്ഥലം എവിടാ? ഞാൻ ട്രിവാൻഡ്രം. അവിടുന്ന് ഇവിടെ വന്നതാണ്. അവിടുന്ന് ഇവിടെ വന്നത്. നാളെ ഇനി വരുന്നുണ്ടോ? തീർച്ചയായും നാളെ വരും. 2 ദിവസം ദേവീനെ കാണാൻ വരും. കാരണം നമുക്ക് ദൈവം ഇങ്ങോട്ട് മാത്രം തന്നാൽ പോരല്ലോ, നമ്മൾ അങ്ങോട്ട് അവരെ വന്ന് കാണണം. ശരി, നാളെ കാണാം. പേര്? രമേശ് കൃഷ്ണ. രമേശ്. സന്തു. ഹനീഷ്. അപ്പൊ നിങ്ങൾ എവിടുന്നാ വരുന്ന സ്ഥലം? ഞങ്ങള് കോഴിക്കോട്. കോഴിക്കോട്. ഞങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ട് കോഴിക്കോട്, പാലക്കാട്. അപ്പൊ അവിടുന്ന് കൊറ്റംകുളങ്ങര വരെ വരാന് അതെന്ന് പറഞ്ഞാല് ഞങ്ങള് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് അതിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഞാൻ ഒരു 10-14 വർഷമായിട്ട് വരുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട്. കൊറോണ സമയത്ത് 1-2 വർഷം പോയിട്ടുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഇത് 18 വർഷം. 18 വർഷം. എനിക്ക് ഞാൻ 3-ാമത്തെ വർഷം 4-ാമത്തെ വർഷം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ എന്റെ ഏകദേശം എനിക്കൊരു പ്രതീക്ഷ ആയി തുടങ്ങി. മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മോളായി. പിന്നെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ വീട്ടാൻ കഴിഞ്ഞു. എൻ്റെ ഒരു സന്തോഷത്തിലാണ് അവിടെ വന്നത്. ഇനി എനിക്ക് ഓരോ പ്രതീക്ഷകളും ഉണ്ട്. ദേവി റെഡിയാക്കി തരുന്നുള്ള ഒരു പ്രതീക്ഷ. എല്ലാവർക്കും ആ ഒരു വിശ്വാസം. എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ എവിടുന്നാ? ഞങ്ങള് കരുനാഗപ്പള്ളിയില് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെയ്തു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ വെളുക്കും വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ തിരക്ക് നോക്കിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ വെളുക്കും വരെ നിൽക്കണം ആഗ്രഹിക്കുന്നു. ഞങ്ങള് ദേവിക്ക് മുന്നില് കാഴ്ചവെക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടുണ്ടല്ലോ. ശരി, താങ്ക് യു. എന്താ? ഉണ്ണിമായ. ഇവിടെ ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഞാനിപ്പോ ഒരു 5-6 കൊല്ലം കൊണ്ട് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. എവിടെ സ്ഥലം? എവിടാ? എന്റെ കൊല്ലം തന്നെയാണ്, ഇവിടെ തന്നെയാണ്. അടുത്തന്നെയാണ്. പിന്നെ ഇന്ന് താലപ്പൊലി എടുക്കുന്നുണ്ടോ? നാളെ എടുക്കുന്നുണ്ട്. നാളെയാണ്. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് എല്ലാരും എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. എല്ലാവരും നാളെ തന്നെ എടുക്കാൻ എല്ലാവരും എടുക്കാനാണ്. കുറച്ചുപേര് വരാനുണ്ട്. ഇത് എങ്ങനെയാണ് ഇവിടെ ഇത് എടുക്കാനുള്ള ഇത് തോന്നിയത്? ക്ഷമവിളക്ക് എടുക്കണം എന്നുള്ള ഇവിടെ വിശ്വാസമാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിക്കും. എന്റെ മിക്ക ആഗ്രഹങ്ങളും ഇവിടെ നിന്ന് എടുത്ത് തന്നെയാണ്. പിന്നെ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് ഇങ്ങനെ നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചു. അതൊക്കെ ഓക്കെ ആയിട്ട് നടത്തിയത് അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ്. ശരി, താങ്ക് യു.